ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആഗോളതലത്തിലുള്ള വരുമാനം വരുന്നതോടെ ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഗമം നല്ലതാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 2200 മേൽ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒരു 10 താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തതയോടുകൂടി മുമ്പോട്ട് പോകുന്നത്. ബാക്കിയുള്ള 1000-നടുത്തോളം ക്ഷേത്രങ്ങൾ അയ്യപ്പ ഭഗവാന്റെ കാരുണ്യം കൊണ്ടും അവിടുത്തെ വരുമാനം കൊണ്ടും ആണ് അവിടുത്തെ എല്ലാ ചെലവുകളെല്ലാം നടന്നു പോകുന്നത്. അങ്ങനെ ക്ഷേത്രങ്ങളുടെ നമ്മുടെ ഈ 10,200 വരുന്ന ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ശബരിമലയുടെ വളർച്ചയും ആയി പരസ്പര പൂരമായി നിൽക്കുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവാദങ്ങൾ പല കോണുകളിൽ നിന്ന് ഉടലെടുക്കുന്നതിനിടയിലാണ് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യോഗത്തിന് പ്രതികരണം വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് തങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുകയാണ്, അത് പൂർണ്ണമായ പിന്തുണ നൽകുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ വെച്ചല്ല പിന്തുണയ്ക്കുന്നത്, പക്ഷേ കൃത്യമായിട്ടുള്ള പിന്തുണ അത് ഈ ഭക്തരെ പരിഗണിച്ചും ഒപ്പം അവിടെ നടക്കാൻ പോകുന്ന വികസന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്നുണ്ടാകുന്ന കേരളത്തിന്റെയും ഒപ്പം ശബരിമലയുടെയും വളർച്ചയും ഒക്കെ പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു നിലപാട് തങ്ങൾ എടുത്തിരിക്കുന്നത്. പൂർണ്ണമായും ഈ സംഗമത്തെ പിന്തുണയ്ക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത്. ഈ സംഗമം നടത്തുന്നതിലൂടെ ആഗോളതലത്തിൽ അയ്യപ്പന്റെ പ്രശസ്തി വർദ്ധിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ വരുമാനവും കാര്യങ്ങളും ഒക്കെ കേരളത്തിലേക്ക് വരും. അത്തരത്തിലൊരു വികസനം കേരളത്തിന് ഉണ്ടാകും. കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ സംഗമം കാരണമാകും. അങ്ങനെയൊരു കാര്യം പരിഗണിച്ചാണ് തങ്ങൾ ഇത്തരത്തിൽ പൂർണ്ണ പിന്തുണ അയ്യപ്പ സംഗമത്തിന് നൽകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ സർക്കാരുമായിട്ടുള്ള വിഷയം, അതായത് ഈ സ്ത്രീ പ്രവേശനവുമായിട്ടുള്ള വിഷയമൊക്കെ മുൻപ് നിലനിന്നിരുന്നു. അത് സംബന്ധിച്ച ചോദ്യം ഉയർന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നത് അത് അടഞ്ഞ അധ്യായമാണ്. സർക്കാരിന് ഇപ്പോൾ അത്തരത്തിലുള്ള അജണ്ടകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ തങ്ങൾക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാനില്ലെങ്കിൽ പോലും അതിൽ സർക്കാരിന്റെ ഒപ്പം നിൽക്കുന്നു. അതായത് പ്രവേശനം വേണ്ട എന്ന് തന്നെയാണ് SNDP നിലപാട്. സർക്കാർ അത്തരത്തിലൊരു നിലപാട് ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക്, പ്രവേശനത്തിൽ മറ്റു അജണ്ടകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സർക്കാർ നിലവിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്